പാപ്പ പറയുന്നു. പരിശുദ്ധാത്മാവ് അതിർത്തികൾ തുറക്കുകയും മതിലുകൾ തകർക്കുകയും ചെയ്യട്ടെ. ഹൃദയങ്ങളിലെയും മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളിലെയും രാഷ്ട്രങ്ങൾക്കിടയിലെയും അതിർത്തികൾ തുറക്കുവാൻ ക്രിസ്ത്യാനികളെ ശക്തിപ്പെടുത്തുന്നു എന്നതാണ് ക്രൈസ്തവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആത്മാവിനെ നമുക്ക് ക്ഷണിക്കാം. പരിശുദ്ധാത്മാവ് അതിർത്തികൾ തുറക്കുകയും മതിലുകൾ തകർക്കുകയും വിദ്വേഷത്തെ തിരസ്കരിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ സ്വർഗീയ പിതാവിന്റെ മക്കളായി നമുക്ക് ജീവിക്കാം. പ്രിയ സഹോദരങ്ങളെ, പന്തക്കുസ്ത സഭയെയും ലോകത്തെയും നവീകരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റ് നമ്മുടെ മേൽ വരികയും നമ്മുടെ ഹൃദയങ്ങളുടെ അതിർത്തികളെ തുറക്കുകയും ദൈവവുമായി കണ്ടുമുട്ടുന്നതിനുള്ള കൃപ നമുക്ക് നൽകുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ സ്നേഹത്തിന്റെ ചക്രവാളങ്ങളെ വികസിപ്പിക്കുകയും സമാധാനം വിളയാടുന്ന ഒരു ലോകനിർമ്മിതിക്കായുള്ള നമ്മുടെ പരിശ്രമങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. സഭ എപ്പോഴും പുതുതാക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ജനതകൾക്കിടയിലെ അതിരുകളെ സഭ തുറക്കുകയും വർഗവംശ വേർതിരിവുകൾ തകർക്കുകയും വേണം. ഉദാസീനതയുടെയും വെറുപ്പിന്റെയും മതിലുകളെ പരിശുദ്ധാത്മാവ് തകർക്കുന്നു. സ്നേഹമുള്ളിടത്ത് മുൻവിധികൾക്കിടമില്ല. നമ്മെ അയൽക്കാരിൽ നിന്ന് വേർതിരിക്കുന്ന സുരക്ഷിത മേഖലകൾക്കോ തിരസ്കരിക്കുന്ന മനോഭാവങ്ങൾക്കോ അവിടെ സ്ഥാനമില്ല. ദൗർഭാഗ്യവശാൽ രാഷ്ട്രദേശീയതകൾ ഉയർന്നു വരുന്നതാണ് നാം കാണുന്നത്. യുദ്ധങ്ങൾ ഉള്ളിടത്തെല്ലാം ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ആത്മാവ് അനുരഞ്ജനത്തിന്റെ പാതകൾ തുറക്കട്ടെ. ഭരണകൂടങ്ങളെ ആത്മാവ് പ്രകാശിപ്പിക്കട്ടെ. സമാധാനത്തിന്റെയും സംഭാഷണത്തിന്റെയും കർമ്മങ്ങൾ സ്വീകരിക്കാൻ അവർക്ക് ധൈര്യം പകരട്ടെ. ജൂൺ 8 പന്തക്കുസ്ത തിരുനാളിൽ സെയിന്റ് പീറ്റേഴ്സ് അങ്കണത്തിൽ തീർത്ഥാടകർക്ക് നൽകിയ സന്ദേശത്തിൽ നിന്നും